ഹലോ, നമുക്കിന്നൊരു ചിക്കൻ പുട്ടുണ്ടാക്കിയാലോ? അപ്പം ചിക്കൻ വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടിയത് സബോള, തക്കാളി, മല്ലിച്ചപ്പ്, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ഉണക്കമുന്തിരിങ്ങയാണ് വേണ്ടത്. അപ്പോൾ അതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളതൊന്ന് എണ്ണയ്ക്കകത്തിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. ചിക്കൻ വറുത്ത എണ്ണയ്ക്കകത്തിട്ട് തന്നെയാണ് വഴറ്റി കൊടുക്കുന്നത്. ചിക്കൻ ചെറിയ കഷ്ണങ്ങളായിട്ട് പീസാക്കിയിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. അത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം മുന്തിരിങ്ങ നമ്മൾ സെപ്പറേറ്റ് ഒന്ന് എണ്ണയ്ക്കകത്ത് വറുത്ത് അതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. പിന്നെ നമുക്ക് അതിലോട്ട് ഒത്തിരി മസാലകളൊന്നും വേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ ചിക്കനിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലയൊക്കെ ഇട്ട് വറുത്തെടുത്തത് കൊണ്ട് നമുക്ക് ഇതിലേക്ക് സ്വല്പം ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് നമ്മളത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ മല്ലിയില ഇടണം. അതേപോലെ ചിക്കൻ നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുക്കണം. എന്നിട്ട് നമ്മളത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് എടുത്ത് വയ്ക്കണം. പിന്നെ നമ്മൾ പുട്ടാണ്, അതിന് പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ലെയർ ആദ്യം തേങ്ങ ഇടും, പിന്നെ നമ്മൾ കുറച്ച് പൊടി, പിന്നെ മസാല ആഡ് ചെയ്യും, പിന്നെ അതേപോലെ ഒരു ലെയറും കൂടെ അതേപോലെ തന്നെ നമ്മൾ ചെയ്യും. അങ്ങനെ അത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കും. നല്ല ചൂടോടെ കഴിക്കാനായിട്ട്, വേറെ കറിയൊന്നും വേണ്ട, ചൂടോടെ കഴിക്കാനായിട്ട് രസമാണ്. അപ്പോൾ ഒരടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും